ഹലോ നമസ്കാരം. ഞാൻ കസ്തൂരി മഞ്ഞൾ വെച്ചിട്ടുള്ളൊരു സോപ്പാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് നാച്ചുറൽ സോപ്പ് എന്നൊന്ന് പറഞ്ഞേക്കാം. നമ്മൾ ഈ നാച്ചുറൽ സോപ്പ് ചെയ്യുന്നത് നമുക്ക് ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള ഓയിൽസും ബട്ടേഴ്സൊക്കെ ചേർത്തിട്ടാണ്. ഇതിൽ ചേർക്കുന്ന കാസ്റ്റിക് സോഡ മാത്രമാണ് കെമിക്കൽ. അത് ക്യൂറിങ് പീരീഡിൽ ഇവാപറേറ്റ് ചെയ്ത് പൊക്കോളും. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതായത് ആസിഡും ആൽക്കലിയും ചേർന്നാണ് സോപ്പ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ആസിഡ് എന്ന് പറയുന്നത് ഓയിലിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡും ആൽക്കലി കാസ്റ്റിക് സോഡയാണ്. ഈ ഓയിലിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡും കാസ്റ്റിക് സോഡയും അതുപോലെ വാട്ടറും കൂടെ ചേരുമ്പോൾ ഗ്ലിസറിനും സോപ്പുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ സോപ്പുകളിൽ ഗ്ലിസറിൻ്റെ കണ്ടൻറ്റ് കൂടി ഉണ്ട്. അപ്പോൾ ഇത് സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇതിലടങ്ങിയിരിക്കുന്ന ഓരോ ഓയിൽസിനും ഓരോരോ ബെനഫിറ്റുകളാണ് ഉള്ളത്. അത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ സ്കിന്നിനൊരു കെയറും കൊടുക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സോപ്പുകളിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകളൊന്നും തന്നെ ഇതിലില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സോപ്പിൻ്റെ കവറിലെ ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന സോപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇത് ഒലിവ് ഓയിലാണ്, ഇത് കോക്കനട്ട് ഓയിൽ. നമ്മൾ കസ്തൂരി മഞ്ഞൾ 3 ദിവസം ഇൻഫ്യൂസ് ചെയ്തെടുത്തതാണ്, ഓയിലിൽ 3 ദിവസം വെച്ചിട്ട്. അടുത്തത് ഒലിവ് ഓയിൽ, ഇത് കസ്തൂരി മഞ്ഞൾ. ഇത് ഞാൻ വയനാട്ടിൽ നിന്ന് വാങ്ങിയ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ്. ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന് ഈ ഒരു കളറാണ്, ഒരു ക്രീം അല്ലെങ്കിൽ ഒരു ചന്ദനത്തിൻ്റെയൊക്കെ ഒരു കളറ്. അടുത്തത് കാസ്റ്റർ ഓയിൽ, ഇത് ഇസെൻഷ്യൽ ഓയിൽ. ഇത് ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ലൈ സൊല്യൂഷനാണ് കേട്ടോ. ഇനി ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓരോ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. അപ്പോൾ ഇത് മഞ്ഞൾ ഇൻഫ്യൂസ് ചെയ്ത് വെച്ചതുകൊണ്ട് അതിൻ്റെ അടിയിൽ മഞ്ഞൾ കിടക്കുന്നുണ്ട്. അതൊരു സ്പൂണ് വെച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് പാം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കോക്കനട്ട് ഓയിലും പാം ഓയിലൊക്കെ ഹാർഡ് ഓയിലിൽ വരുന്ന ഓയിൽസാണ് കേട്ടോ, സോപ്പിനെ ഹാർഡാക്കാനായിട്ട്. ഇത് ഒലിവ് ഓയിൽ, സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വയ്ക്കും. അടുത്ത് കാസ്റ്റർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഓയിലും ഒഴിച്ചതിന് ശേഷം നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ബ്ലെൻഡർ ഉപയോഗിച്ചാൽ മതി. ആദ്യം സ്പാച്ചിൽ വെച്ചിട്ട് ബ്ലെൻഡർ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഈ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഈ ഓയിലിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തൊന്ന് കൊടുക്കണം. കസ്തൂരി മഞ്ഞൾ ഓയിലിൽ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഈ ലൈ സൊല്യൂഷൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലൈ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഈ കാസ്റ്റിക് സോഡയുടെ പാർട്ടിക്കിൾ ചിലപ്പം അലിയാതെ കിടക്കുന്നുണ്ടാവും. ഇനി നമുക്കൊരു ബ്ലെൻഡർ എടുത്തിട്ട് ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ബ്ലെൻഡ് ചെയ്യണ്ട, ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷമാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോഴും ഒരുപാട് ബ്ലെൻഡ് ചെയ്യണ്ട. ആ ഓയിലും ആ വാട്ടറും
ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ബ്ലെൻഡ് ചെയ്താൽ മതി. ഒരുപാട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സോപ്പ് കട്ടിയാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു ചെറിയ ഡിസൈന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ പച്ചമഞ്ഞളാണ് ചേർക്കുന്നത്. വലിയ കളറൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. ഇതൊന്ന് ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം, ആ മഞ്ഞളൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കാനായിട്ട്. ഇനി ബാക്കി വന്ന പോർഷനിലേക്ക് നമുക്ക് ഇസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഇസെൻഷ്യൽ ഓയിൽ ആണെങ്കിലോ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. എന്ത് ആഡ് ചെയ്താലും നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് മാത്രമാണ് ആഡ് ചെയ്യാമുള്ളൂ. കാരണം ഇത് ഈ സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള ഫ്രാഗ്രൻസ് ആയാലും ഇസെൻഷ്യൽ ഓയിൽ ആയാലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചിലപ്പോൾ ചെറിയ കട്ടയാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോൾഡിൽ ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രം ഈ രണ്ടും ആഡ് ചെയ്താൽ മതി. ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചെറിയൊരു ഡിസൈനും കൊടുത്തിട്ട് ഒരു 24 മണിക്കൂർ ഇത് നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് വെക്കണം. ഇതാ നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 24 മണിക്കൂറിന് ശേഷം എടുത്ത സോപ്പാണിത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ സോപ്പ്. അപ്പോൾ ഈ സോപ്പ് മേക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം.